8 കോടി രൂപയ്ക്ക് പള്ളി പണിയാൻ വികാരിക്ക് തോന്നി. അതിനായി വെള്ളക്കുപ്പായത്തിനുള്ളിലെ ദേഹം വിയർത്തില്ല, മനസ്സ് പതറിയില്ല. എങ്ങനെ പണിയുമെന്ന് ചിന്തിച്ച് രാപ്പകൽ അധ്വാനിച്ചില്ല. കാരണം മണ്ടന്മാരായ ഭക്തരുണ്ടല്ലോ, വിയർക്കാനും അധ്വാനിക്കാനും പണം കൊണ്ടുവരാനും. പിറ്റേ ഞായറാഴ്ച കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു, നമുക്ക് പള്ളി ഒന്ന് പുതുക്കി പണിയണം. അപ്പുറത്തെ പള്ളി നോക്ക്, 5 കോടിക്കാണ് പണിതത്. നമുക്ക് ഒരു 8 കോടിയെങ്കിലും മുടക്കി പണിയണം. 8 കോടിയുടെ പള്ളി പണിതാൽ തനിക്ക് കിട്ടുന്ന പേരും പെരുമയും ഓർത്ത് വികാരി പുളകം കൊണ്ടു. അങ്ങനെ പള്ളി പണിയാനായി അടുത്ത ദിവസം കമ്മിറ്റി കൂടി. ചിലർ വലിയ പ്രൊജക്ടിനെ എതിർത്തു, ചിലർ അനുകൂലിച്ചു. അനുകൂലിച്ചവർ 50 ലക്ഷം കത്തിപ്പോയാലും സാരമില്ലെന്ന് ചിന്തിക്കുന്ന വ്യവസായികളാണ്. അവസാനം പള്ളിപ്പണിക്ക് തീരുമാനമായി. അങ്ങനെ അച്ഛനും കമ്മിറ്റിയും കൂടി ഓരോ കുടുംബത്തിൽ നിന്നും തുക നിശ്ചയിച്ചു. ഏറ്റവും കുറഞ്ഞത് 25,000 രൂപ. ഇടവക അംഗമായ പൊറിഞ്ചുവാണ് സഭയിലെ ഏറ്റവും പാവപ്പെട്ട വിശ്വാസി. താമസം കനാലിന്റെ പുറത്ത് പുറമ്പോക്കിലാണ്. ജോലി ഒരു പലചരക്ക് കടയിൽ നിൽക്കുന്നു. നടുവിന് പ്രശ്നമുണ്ട്, 2 പെൺമക്കളാണ്. കനാലിന്റെ പുറത്ത് താമസിക്കുന്ന പൊറിഞ്ചുവിന്റെ ഷീറ്റിട്ട ചെറിയ വീട്ടിൽ അച്ഛനും കമ്മിറ്റി പരിവാരങ്ങളും വന്നു. അച്ഛൻ ആദ്യമായിട്ടാണ് ഇടവക അംഗമായ പൊറിഞ്ചുവിന്റെ വീട്ടിൽ വരുന്നത്. വന്നതും ഒരു രസീത് കൊടുത്തിട്ട് പറഞ്ഞു, 25,000 രൂപ പള്ളിപ്പണിക്ക് 5 തവണയായി പള്ളിയിൽ അടയ്ക്കണം. അയ്യോ അച്ഛാ, അത്രയും തരാൻ ഉണ്ടാകില്ല, ആകെ ബുദ്ധിമുട്ടാണ്, ഒന്നിനും തികയുന്നില്ല. ഈ വീട് പൊളിച്ചു മാറ്റേണ്ടി വരും, കുറച്ച് എന്തെങ്കിലും തരാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഏറ്റവും കുറവ് ഇവിടെയാണ്, ഒരുമിച്ച് വേണ്ട, 5 തവണയായിട്ട് അടയ്ക്കണം. ഇല്ലാത്തത് കൊണ്ടാണച്ചോ. അതെ, പൊറിഞ്ചുവിന്റെ മക്കൾ വളർന്നു വരുന്നു. ആദ്യം കുർബാന, പിന്നെ കല്യാണം, ആവശ്യങ്ങൾ ഒത്തിരി വരും. പള്ളിപ്പണിക്ക് തന്നില്ലിൽ ഇതൊന്നും ചെയ്തു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങ് പോയി. പാവം പൊറിഞ്ചു ആകെ വെട്ടിലായി. ഭാര്യയുടെ കാതിൽ കിടന്ന 4 ഗ്രാം കമ്മല് കൊണ്ടുപോയി പണയം വെച്ച് മാലയൊക്കെ മുക്കാണ്. അങ്ങനെ ഒരു 10,000 രൂപ കിട്ടി. അത് കൊണ്ടുപോയി അടച്ചു. അങ്ങനെ ഓരോ പാവങ്ങളും ഉള്ളതുപോലെ അടച്ചുകൊണ്ടിരുന്നു. അവസാനം പള്ളിപ്പണി കഴിഞ്ഞു. 8 കോടി എന്നത് 10 ആയി. വീണ്ടും 2,000 കൊടുക്കുവാൻ പൊറിഞ്ചുവിനോട് പറഞ്ഞു. പാവം അതും കൊടുത്തു. പള്ളി ഉദ്ഘാടനം ചെയ്യാൻ തിരുമേനിമാർ ബെൻസിലും BMW-ലും വന്നു. അന്ന് പെയ്ത മഴയിൽ പുറമ്പോക്കിൽ നിന്നും പൊറിഞ്ചുവിന്റെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അത് കണ്ട് അയാള് കരഞ്ഞു. അപ്പൊ പള്ളിയിലെ സെൻട്രൽ AC നല്ല തണുത്ത കാറ്റ് പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു. സ്വർണം പൂശിയ കുരിശ് LED വെട്ടത്തിൽ തിളങ്ങിക്കൊണ്ടേയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പൊറിഞ്ചു അച്ഛനെ കാണാൻ പോയി. സങ്കടം പറഞ്ഞു. വീട് ഇടിഞ്ഞു പോയി, എന്തേലും സഹായം വേണം. അച്ഛൻ പറഞ്ഞു, പള്ളിയുടെ ഏറ്റവും മുകളിൽ വെക്കാൻ പണിത കുരിശ് സ്വർണം പൂശാൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞില്ലേ, അതിന് കൊടുക്കുവാനുള്ള കാശേ ഉള്ളൂ. സഹായത്തിന് പള്ളിക്ക് കാശില്ല. പറഞ്ഞു പോ. ഇതുപോലെ പള്ളിവക സ്കൂൾ, കോളേജിൽ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വരുമാനം കുറവുള്ള, എന്നാൽ പള്ളിപ്പണിക്ക് പണം കൊടുത്ത പലർക്കും നിരാശയായിരുന്നു ഫലം. തിരിച്ചു പോരാൻ നേരം അയാൾ 10 കോടിയുടെ പള്ളിയുടെ മുന്നിൽ നിന്ന് നോക്കി. തിരിഞ്ഞു നടക്കാൻ നേരം ആരോ വിളിക്കുന്ന പോലെ തോന്നി. തിരിഞ്ഞു നോക്കി, ആരുമില്ല. തോന്നിയതാവുമെന്ന് കരുതി പൊറിഞ്ചു നടന്നു. വീണ്ടും വിളിച്ചു. ആരാ? ഞാനാണ്, ഞാൻ യേശുവാണ്. ശബ്ദം മാത്രം പൊറിഞ്ചു കേട്ടുള്ളൂ. ഞെട്ടിയ പൊറിഞ്ചു ചോദിച്ചു, കർത്താവേ, അടിയൻ. ഞാനില്ലാത്ത ഈ പള്ളി നിനക്ക് എന്തിനാണ്? ഇനി നീ ഇവിടെ വരേണ്ടതില്ല. അപ്പൊ കർത്താവേ, എന്റെ മക്കളുടെ ആദ്യ കുർബാന അങ്ങനെ കൊടുക്കുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അത് വേണ്ട. അപ്പൊ കർത്താവേ, മക്കളുടെ കല്യാണം, രജിസ്റ്റർ ഓഫീസ് ഇല്ലേ? ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പോ മരിച്ചാലടക്കം പൊതു ശ്മശാനമുണ്ട്. ശരീരം എവിടെ അടക്കിയാൽ എന്ത്? നിന്റെ ആത്മാവിനെ എനിക്ക് മതി. എന്റെ വീട് ഇടിഞ്ഞുപോയി കർത്താവേ. ധൈര്യമായി ചെല്ലൂ, പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് പോയി. അയാൾ വീട്ടിൽ വന്നപ്പോൾ വില്ലേജിൽ നിന്നുള്ള ഒരു കത്ത് കിട്ടി. പുറമ്പോക്ക് ഭൂമിക്കാർക്ക് പഞ്ചായത്ത് സ്ഥലവും വീടും വെച്ചു കൊടുക്കുന്നു. 6 മാസത്തിനുള്ളിൽ മാറാം. പള്ളിപ്പണിക്ക് പാവങ്ങളെ പിഴിയുന്ന പരിപാടി ഇന്നും തുടരുന്നു. പൊറിഞ്ചുമാർ വലയുകയാണ്. മണ്ടന്മാരായ വിശ്വാസികൾ ഉള്ളിടത്തോളം പള്ളിപ്പണി നടന്നുകൊണ്ടേയിരിക്കും. ഇതൊരു കഥയാണ്. മറ്റെന്തിനോടെങ്കിലും സാമ്യം തോന്നിയാൽ വെറും യാദർച്ഛികം മാത്രം.